ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ മതനിഷ്ഠയുള്ള ആളുകളെ തെരഞ്ഞെടുക്കണം. 2, വലിയന്റെയും ഇണയുടെയും സമ്മതം ഉണ്ടാവണം. അതൊരു പോയിന്റാണ്. ഇപ്പോഴത്തെ കാലത്ത് എന്താണ് കുട്ടികളെ പറയാ, ഞാനൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്, പെൺകുട്ടികളടക്കം പറയുന്ന ഒരു കാലമാണ്. ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഞങ്ങൾ വിവാഹം ചെയ്യും, ആരോടാ പറയുന്നോ അതുവരെ പോറ്റി വളർത്തിയ രക്ഷിതാക്കളോട് പറയുന്നില്ല, അവരറിയുകയാണ്, ഒരു രക്ഷയില്ല, ഇതിനകത്ത് കാഴ്ച കൊടുക്കേണ്ട രക്ഷയില്ലാതെ. അങ്ങനെയല്ല, ദീന് പറയുന്നത് രണ്ടും വളർന്നാണ്. എന്താ പറയുന്നത്? സമന്വയിക്കണമെന്ന്. രണ്ടുപേരുടെയും വലിയന്റെയും ഇണയുടെയും അനുവാദം സമന്വയിക്കുന്ന അന്വേഷണമാകണം ഒന്നാമത്തെ ഘട്ടം. സുലക്ഷണം പറഞ്ഞു, ലാ നിക്കാഹ ഇല്ലാ ബി വലിയ. മാതാപിതാക്കളുടെ വലിയന്റെ സമ്മതമില്ലാതെ വിവാഹമില്ല, നിക്കാഹ് പാടില്ല. അതിന് 2 സാക്ഷികളുടെയും സാന്നിധ്യം വേണം. മൗലവി വേണ്ട, അതേപോലെ